ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന വേട്ടക്കാരൻ രക്ഷപ്പെട്ടു, ഏതാണ്ട് രക്ഷപ്പെട്ടു, അറസ്റ്റ് ഒഴിവാക്കി. ആ ഒരു കേസിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ പോലീസുകാരൊക്കെ ഇപ്പോൾ അവിടെ ലാത്തിയും പിന്നെ ഇതുണ്ടല്ലോ കയ്യിലിടാനുള്ള കയ്യാമം, കൈവിലങ്ങ് ഒക്കെ ആയിട്ട് പോയതാണ്. ഇങ്ങനെ പ്രതിയെ കൊണ്ടുവരുന്നത് പോലെ കള്ളന്മാരെയും മോഷ്ടാക്കളെയും ബലാത്സംഗക്കാരെയും പിന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തയ്യാറെടുത്ത് ഇങ്ങനെ പോയി. ഇപ്പോൾ കൊണ്ടുവന്ന് ഫോട്ടോയിലൊക്കെ കാണിച്ചാൽ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്നത് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വിലങ്ങുകൾ ഇപ്പോൾ സ്വന്തം കൈകളിൽ തന്നെ ഇട്ടുകൊണ്ട് അത് അവരെ നിഷ്കർമ്മമായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ്, നിഷ്ക്രിയരായിട്ടും ഇരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വേട്ടക്കാരൻ രക്ഷപ്പെട്ടു, പക്ഷെ വേട്ടക്കാരന് വേണ്ടി വാദിക്കാൻ പോയ അടിയൻ രക്ഷിപ്പോന്നും പറഞ്ഞു പോയ ആളിപ്പോൾ ജയിലിനകത്ത്, പൂജപ്പുര സെന്ററിലാണ് ജയിലിനകത്ത് കിടക്കും. ആശുപത്രിയിൽ ഞായറാഴ്ച ആയതുകൊണ്ട്, അല്ല ആശുപത്രിയിൽ തിരിച്ചു കൊണ്ടുവന്നു, തിരിച്ചിങ്ങോട്ടേ കൊണ്ടുവന്നു, പരിശോധിക്കാൻ കൊണ്ടുപോയതാ. അത് കോടതി പറഞ്ഞു നോക്കാൻ വളരെ രസം. അതിലേക്ക് നമുക്ക് വരുന്നത് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് ഒരു പാട്ട് അങ്ങ് പാടാൻ പോവാണ്, സാഹസപ്പെട്ടൊരു പാട്ട്. കുറച്ച് ഒരു മിനിറ്റ് ഒന്ന് സഹിച്ചോളൂ. ആരാധകരെവിടെ ഇന്നു നിന്റെ അന്തഃപുരമെവിടെ. യേശുദാസ് പാട്ടിയ മനോഹരമായ പാട്ടാണ്, അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷേ ആ സാരസ്യം, ആ ഗാനത്തിന്റെ സാരസ്യം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ രാഹുൽ ഈശ്വരൻ.